തൊടുപുഴ ടൗണിൽ നിന്നും 4 കിലോമീറ്റർ മാറി ഇടവെട്ടി എന്ന സ്ഥലത്ത് വനത്തിൻ്റെ ഉള്ളിലൂടെ നടന്ന് കാടിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. വൈകുന്നേരം ഒരു ഇരുണ്ട് തുടങ്ങുന്ന സമയത്ത് ഈ കിണറുള്ള ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം പേടിയാവുന്നൊരു ഫീൽ ഉണ്ടാവും കേട്ടോ. നഗരവന പദ്ധതിയുടെ ഭാഗമായി 12.5 ഹെക്ടർ വനഭൂമിയാണ് വനത്തിൻ്റെ അകത്തുകൂടി നടന്ന കാടിൻ്റെ ഭംഗി ആസ്വദിക്കാനായിട്ട് നമുക്ക് തുറന്നു തരാനായിട്ട് പോകുന്നത്. ഇടവെട്ടി നക്ഷത്രവനത്തിലേക്ക് പോകുന്ന വഴിയാണിത്. ഇതിൻ്റെ വലതുവശത്തായിട്ട് നമുക്കൊരു കനാല് കാണാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല ഫോട്ടോഷൂട്ടിന് പറ്റിയ ഏരിയയൊക്കെ ഈ ഭാഗത്തായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വനത്തിൻ്റെ അകത്തേക്കാണ് കടന്നു പോകുന്നത്. ഇതിൻ്റെ രണ്ട് സൈഡും വനമാണ്. വനത്തിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന വഴിയാണിത്. ഇതിൻ്റെ നക്ഷത്രവനത്തിൻ്റെ സ്റ്റാർട്ടിങ് എൻട്രൻസിൽ നിന്ന് വന്നിറങ്ങുന്ന വഴിയാണ് ഇപ്പോൾ വലതുവശത്ത് ബൈക്ക് ഇരിക്കുന്നത് കണ്ടത്. ഇവിടുന്ന് നേരെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം അങ്ങോട്ട് കണക്ട് ചെയ്ത് പോകാനുള്ളതാണ്. നക്ഷത്രവനം എന്ന പേര് വന്നത് തന്നെ ഇതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ. കാരണം ഇതിനകത്ത് പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വഴി പോകുന്നുണ്ട്. ഇത് ഈ ഇടത്തോട്ടൊരു വഴി വരുന്നുണ്ടോ, ഇങ്ങോട്ട് കണക്ട് ചെയ്യാനുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവിടെ നിന്ന് വന്നേക്കുന്ന വഴിയായിട്ട് ഇത് കണക്ട് ചെയ്യാനുള്ളതായിരിക്കും. ഇതിപ്പോൾ നമ്മൾ പോകുന്ന വനമാണ്. അതിൻ്റെ നേരെ ബൈക്ക് വരുന്നതിൻ്റെ ഭാഗത്ത് അതിൻ്റെ അപ്പുറത്തേക്ക് വനമല്ല, മറ്റുള്ളവരുടെ സ്ഥലങ്ങളാണ്. അവിടെ അതിൻ്റെ അപ്പുറത്തേക്ക് കുറേ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ തോട് കണ്ടോ, തോടിൻ്റെ അപ്പുറത്ത് കൃഷിയിടവും റബ്ബർ തോട്ടമൊക്കെയാണ് വരുന്നത്. വനത്തിൻ്റെ അകത്തുകൂടി നടന്ന് വനത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണിത്. നമുക്ക് വനത്തിൻ്റെ അകത്തുകൂടി നടന്നു പോകാനായിട്ടൊരു പാത തന്നെ ഇവിടെ പണിതിട്ടിട്ടുണ്ട്. തൊടുപുഴ ഇടവെട്ടിയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നക്ഷത്ര വനത്തിൻ്റെ മെയിൻ എൻട്രൻസ് വഴി നമുക്ക് അകത്തേക്ക് കയറി വനത്തിൻ്റെ ഉള്ളിലെ കാഴ്ചകളെല്ലാം കാണാം. വീഡിയോ എല്ലാവരും 4K തന്നെ കാണാൻ ശ്രമിക്കുക. ഇനി 4K കാണാൻ പറ്റാത്തവർ ഫുൾ HD കാണുക. കാരണം നല്ല ക്ലാരിറ്റി ഉണ്ടെങ്കിലാണ് നമുക്ക് വനത്തിൻ്റേതായ നല്ലൊരു ഭംഗി ആസ്വദിക്കാനായിട്ട് സാധിക്കൂ. വനത്തിലേക്ക് പ്രവേശിക്കാനുള്ള എൻട്രൻസ് പാസ് കൊടുക്കുന്ന കൗണ്ടറൊക്കെയാണ് ഇവിടെ പണിതിട്ടേക്കുന്നത്. അതിൻ്റെ കൗണ്ടറൊന്നും ഓപ്പൺ ആക്കിയിട്ടില്ല. വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഒരു ഏരിയയാണ് ഈ കാണുന്നത്. നമുക്കതിൻ്റെ അകത്തേക്ക് വാഹനം കടത്തിക്കൊണ്ടു പോകാനുള്ള പെർമിഷൻ ഇല്ല. അപ്പോൾ നമുക്ക് നക്ഷത്രവനത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ച് അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളെല്ലാം കാണാം. വനത്തിൻ്റെ ഉള്ളിലെ കാഴ്ചകളും കിളികളുടെ ശബ്ദവും എല്ലാം ഇതിനകത്ത് ആസ്വദിക്കാനായിട്ട് സാധിക്കും.
രാവിലെയും വൈകിട്ടും വരുന്നതായിരിക്കും നല്ലൊരു ആംബിയൻസ് കിട്ടുന്ന ഏരിയയിൽ നിന്ന്. പിന്നെ മഴയുണ്ടെങ്കിൽ പിന്നെ പറയുകയേ വേണ്ട, അടിപൊളിയായിരിക്കും. തലേ ദിവസം നല്ല മഴയും കാറ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ ഇവിടെയായിട്ട് പല സ്ഥലങ്ങളിലും മരങ്ങളൊക്കെ മറിഞ്ഞ് കിടക്കുന്നുണ്ട്. കുറേ മരങ്ങളൊക്കെ വെട്ടി മാറ്റിയതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ വനത്തിനോട് ചേർന്ന് തന്നെ പുറം സൈഡിലായിട്ട് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ പിള്ളേർ വന്നിട്ട് ക്രിക്കറ്റ് കളിക്കുന്നതാണ് ഈ കാണുന്നത്. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് നമ്മളിപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എപ്പോഴും ആ പിള്ളേരെ അവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ കാണാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ് ഇതുപോലെ ക്രിക്കറ്റ് കളി. എല്ലാവരും മൊബൈലിലൊക്കെ ആയിരിക്കും. എന്നാലും ഇപ്പോൾ പഴയൊരു ഓർമ്മ നമുക്ക് പുതുക്കാനായിട്ട് പറ്റി. പണ്ടത്തെ പോലെ നല്ല രീതിയിൽ പിള്ളേർ വെക്കേഷനിൽ ക്രിക്കറ്റ് കളിക്കുന്ന കളികളൊക്കെ കാണാനായിട്ട് പറ്റി. അപ്പം നമുക്ക് വനത്തിൻ്റെ ബാക്കി ഭാഗങ്ങളോട് കണ്ടിട്ട് വരാം. അകത്തേക്ക് ഇനി അങ്ങോട്ട് പോകുന്നതനുസരിച്ച് നല്ല ഇരുട്ടാണ്. അത്യാവശ്യം ഇരുണ്ട് തുടങ്ങിയിട്ടുമുണ്ട്. പിന്നെ അവിടെ കുറേ മരങ്ങൾ മറിഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ. തലേദിവസം നല്ല മഴയും കാറ്റും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെയാണ് ഈ വളവിലൊക്കെ കുറേ മരങ്ങൾ വേര് സഹിതം ഇങ്ങനെ മറിഞ്ഞ് കിടക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. വഴിയുടെ ക്രോസ് ആയിട്ടും കുറേ മരങ്ങളൊക്കെ വീണ് കിടക്കുന്നുണ്ട്. കുറച്ച് കമ്പൊക്കെ ഒരു വെട്ടി മാറ്റിയിട്ടുണ്ട് കണ്ടോ. കടന്നു പോകാനായിട്ട് നേരത്തെ പറ്റത്തില്ലായിരുന്നു. ഇപ്പോൾ ഒരു കൊമ്പൊക്കെ വെട്ടി അത്യാവശ്യം ഒരു ലെവലാക്കിയിട്ടുണ്ട്. പിന്നെ നല്ല മഴക്കാറുള്ളതുകൊണ്ട് അത്യാവശ്യം ഇരുണ്ടായിട്ട് ഇരിക്കണം കണ്ടോ. മരങ്ങളായാലും എല്ലായിടവും നല്ലതായിട്ട് ഇരുണ്ടാണ് ഇരിക്കുന്നത്. ഇത് ഇവിടെയായിട്ടും കുറച്ച് മരങ്ങൾ മറിഞ്ഞ് കിടപ്പുണ്ട് കേട്ടോ. ഇതിൻ്റെ പണി മൊത്തമായിട്ടും പൂർത്തിയായിട്ടില്ല. ഇവിടെ കുറച്ച് ഏരിയ മാത്രമാണ് ഇതുവരെ നടപ്പാതെ പണിതിട്ടുള്ളൂ. ബാക്കി അങ്ങോട്ട് പണിത് പൂർത്തിയാക്കിയിട്ടില്ല. അങ്ങോട്ട് നമുക്ക് അപ്പുറത്തേക്ക് പോയപ്പോൾ ആദ്യം കണ്ടില്ല, ഒരു ഇടതുവശത്തേക്ക് ഒരു വഴി അവിടെ കിടക്കുന്നുണ്ടില്ല. അത് തമ്മിൽ കണക്ട് ചെയ്ത് പണിതിടാനുള്ളതെന്ന് തോന്നാനായിട്ട്. ഇവിടെ നമ്മുടെ നേരെ ഫ്രണ്ടിൽ കാണുന്ന ഇതൊരു റിസോർട്ടായിട്ടാണ് തോന്നുന്നത് കണ്ടോ. അവിടെ ഒരു പാർക്കിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് തോന്നുന്നത് കണ്ടിട്ട്. കുറച്ച് ഇരുണ്ട സമയത്ത് നമ്മളവിടെ ചെല്ലണമെങ്കിൽ ഈ വീടിൻ്റെ ഈ ഒരു ഏരിയ, അവിടെ ഒരു കിണറുണ്ട്. ആ കിണറൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്കൊരു പേടിയാകുന്നൊരു ഫീലാണ് ആ ഏരിയ കിട്ടുന്നത് കണ്ടോട്ടോ. ഇവിടെ ചെല്ലുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഒരു ഇരുണ്ട്, ഭയങ്കര ഒരു വേറെ ഒരു ലുക്കാണ് ഇവിടെ കണ്ടോ. ഇതുണ്ടോ കിണർ. കിണറിൽ അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് ക്ലീൻ ആക്കിയിട്ടില്ല. ഈ നടപ്പാത ഇവിടം വരെയാണ് പണിത് തീർത്തിട്ടുള്ളൂ. ഇതിൻ്റെ ബാലൻസ് ഇനി കണക്ട് ചെയ്ത് അങ്ങോട്ട് പണിയാനുള്ളതാണ്. ബാക്കി വേറെ ഒരു ഏരിയയും പണിതിട്ടിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി. ഈ ഭാഗത്താണ് ഒരുപാട് മരങ്ങൾ മറിഞ്ഞെടുക്കുന്നത്. തലേദിവസത്തെ കാറ്റും മഴയിലാണെന്ന് തോന്നിയത് മറിഞ്ഞടിയിട്ടുണ്ടാവുക. നല്ല ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് കണ്ടോ.
കണ്ടു ഒരു മരം അവിടെ ചോടോടുകൂടി വേര് സഹിതം പറഞ്ഞ് മറിഞ്ഞ് കിടക്കണുണ്ടോ. അതൊരു വലിയ മരം കേട്ടോ. അപ്പോൾ ഇത്ര ഏരിയയിലാണ് നമുക്ക് നടപ്പാത വരെ പണിതിട്ടിട്ടുള്ളൂ. ബാക്കിത്തെ ഏരിയ അങ്ങ് പണി പൂർത്തിയായിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. നമുക്ക് അടുത്തൊരു ലൊക്കേഷനിൽ വീണ്ടും കാണാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റായിട്ട് അറിയിക്കാനും ശ്രമിക്കുക. നിങ്ങളുടെ ലൈക്കും ഷെയറും വഴിയാണ് നമ്മുടെ വീഡിയോ മാക്സിമം എല്ലാവരിലേക്ക് എത്തുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ വീഡിയോയുടെ ലൊക്കേഷനും മറ്റ് ഡീറ്റെയിൽസും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളെല്ലാം ഒന്ന് വാച്ച് ചെയ്തേക്കുക.